മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ 12-ൽ സഞ്ചരിക്കുന്ന ശനിയും 2-ൽ സഞ്ചരിക്കുന്ന വ്യാഴം എന്തായാലും ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കൊടുക്കും. എന്നാൽ ജന്മത്തിലും 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന രാഹു കേതുക്കളുടെ സഞ്ചാരം സ്വാഭാവികമായും സ്വന്തം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യഥ സൃഷ്ടിക്കാൻ സാധിക്കുന്നു, ദുഃഖമുണ്ടാക്കാൻ സാധിക്കുന്നു. തങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ സമൂഹത്തിലും പ്രവർത്തന മേഖലയിലും തങ്ങളുടെ കുടുംബത്തിൽ തന്നെയും വ്യാപരിക്കാനിടയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം സൂക്ഷിക്കുക. ജീവിത പങ്കാളിയെ സംശയിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അവരുമായി കലഹിച്ച് മാറി നിൽക്കേണ്ടി വന്നേക്കാം. തിരിച്ചിങ്ങോട്ടും അവരിൽ നിന്ന് ഈ വ്യക്തികളെക്കുറിച്ച് മോശപ്പെട്ട ചില ചിന്തകൾ ഉയരുകയോ സംശയങ്ങൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അധമ ബന്ധങ്ങളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവർ അത് കണ്ടെത്തുകയും അതിൽ നിന്ന് അപഹാസ്യതയോ നിന്ദ്യമായ പെരുമാറ്റമോ ഉണ്ടാവുകയും ചെയ്യാം. പരിഹസിക്കപ്പെടുക, അവജ്ഞയുടെ രൂപത്തിൽ നോക്കുക, ഇതൊക്കെ ഈ ആഴ്ചയുണ്ടാകാം. ഇതൊന്നുമല്ലെങ്കിൽ ശാരീരികമായ അവശത, കാണപ്പെടാത്ത എന്തെങ്കിലും നിഗൂഢമായ ചില രോഗാണുബാധകൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണങ്ങാത്ത വ്രണമുണ്ടാവുക, അതിൽ നിന്ന് മനസ്സിന് വിഷമമുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ചെലവ് അധികരിച്ചിരിക്കുമെന്ന് കാണുന്നു. കർമ്മമേഖല എന്നാൽ പൊതുവെ ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം, കഴിവിനനുസരിച്ച് ഉയർന്നു വരാനുള്ള സാധ്യത, തങ്ങളുടെ കലാപരമായ കഴിവും പ്രത്യേകമായ സ്കില്ലും ഉപയോഗിച്ച് പരമാവധി ധനം ഉണ്ടാക്കാവുന്ന ഒരാഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. വ്യക്തിപരമായ ആരോഗ്യ സംബന്ധമായ പെരുമാറ്റ സംബന്ധമായ കാര്യങ്ങളിലാണ് ഈ ആഴ്ച കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 ഉച്ചവരെ, പിന്നീട് 16 ഉച്ചയ്ക്ക് ശേഷം 17 ഗുണമുള്ള ദിവസങ്ങളാണ്.